ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിന്ന് പോയത്. നമ്മുടെ തിരുനെല്ലി റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നല്ല പച്ചപ്പോട് കൂടിയ മരങ്ങളെല്ലാം ആയി. അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ അഷിയുടെ മകൻ വിച്ചൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ കുറേയൊക്കെ നടന്നു, സ്റ്റെപ്പൊക്കെ കയറി. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഉൾഭാഗത്തൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വൈകിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വഴിപാടൊക്കെ കഴിച്ച് തൊഴാനായിട്ട് കയറി. വേഗം തന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ പോയി ടോക്കനൊക്കെ മേടിച്ച് ക്യൂ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിച്ചൂട്ടൻ നടന്നു മടുത്തപ്പോൾ അഷിയുടെ ഒക്കത്താണല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് വേഗം തന്നെ ഞങ്ങൾ ക്യൂ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. കഴിക്കാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സുഖമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ചോറും സാമ്പാറും തോരനും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പാവനാശിനിക്ക് പോകുന്ന വഴിയിലെത്തിയിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പം ഭഗവാന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള പഞ്ചതീർത്ഥ കുളത്തിനരികിലെത്തി ഞങ്ങൾ. അങ്ങനെ കുളത്തിലൊരു നീർക്കാക്ക ഇങ്ങനെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇച്ചൂട്ടിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അശി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു കേട്ടോ. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ ഞങ്ങൾ പാവനാശിനിയെല്ലാം കറങ്ങി ചുറ്റി ഞങ്ങൾ താഴെ തിരിച്ചെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് നോക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സജീവൻ. ഞങ്ങൾ അവനെ കാണാനായിട്ട് താഴേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സജീവൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത മോരും വെള്ളം വേണോ, എന്താ വേണ്ടതെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോരും വെള്ളമാണ് പറഞ്ഞത്. അങ്ങനെ അവൻ ഞങ്ങൾക്ക് നല്ല തണുത്ത മോരും വെള്ളമൊക്കെ കൊണ്ട് തന്നു. ഞങ്ങൾ നെട്ടറ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നെട്ടറ പാലത്തിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരുന്നത്. ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്നവിടെ. വിച്ചൂട്ട നല്ല കച്ചറയായിരുന്നു കേട്ടോ. അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവന് ജലദോഷം ആയതുകൊണ്ട് അഷി ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അവനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി അവന് കൊടുത്തു കേട്ടോ. ഉപ്പിലിട്ട ഒരുപാട് സാധനങ്ങൾ ഭരണിയിലുണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ട് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഒരു ഐറ്റംസ് വാങ്ങി ഞങ്ങൾ കഴിച്ചു. വിച്ചൂട്ടന് ഞങ്ങൾ ഐസ്ക്രീമാണ് വാങ്ങിക്കൊടുത്തത്. ഞങ്ങളും ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്ന വഴിക്കുണ്ടായിരുന്നു മുളയരി പായസം. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി മുളയരി പായസം കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നത് കേട്ടോ.